നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സീറ്റ് വിഭജനം അനിശ്ചിതമായി നീളുന്നതിൽ UDF-ൽ അതൃപ്തി. ഹൈക്കമാൻഡുമായി ചർച്ച നടത്താൻ മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി നാളെ ഡൽഹിയിലെത്തും. ലീഗ് നേതൃത്വവുമായി മാത്രം ചർച്ച നടത്തുന്നതിൽ മുന്നണിയിലെ മറ്റ് കക്ഷികൾക്കും വിയോജിപ്പുണ്ട്. ചർച്ചകൾ നീളുന്നതിനാൽ കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനവും വൈകും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പൊതുയോഗയാത്രയ്ക്ക് മുൻപ് സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കുമെന്നായിരുന്നു UDF-ലെ ധാരണ. കേരള കോൺഗ്രസ് മാണി വിഭാഗവും LJD-യും ഉൾപ്പെടെ LDF-നൊപ്പം നിൽക്കുന്ന പാർട്ടികളെ കൂടെ കൂട്ടാമെന്ന പ്രതീക്ഷയിൽ സീറ്റ് ചർച്ചകൾ മാറ്റിവെച്ചു. എന്നാൽ പാർട്ടികളുടെ കൂടുമാറ്റത്തിൽ തീരുമാനമായില്ലെന്ന് മാത്രമല്ല, UDF-ലെ ചർച്ചകൾ എങ്ങും എത്തിയതുമില്ല. മുന്നണിയിലെ രണ്ടാം കക്ഷിയായി ലീഗുമായി പോലും സീറ്റ് ചർച്ചയിൽ അന്തിമ തീരുമാനത്തിലെത്താൻ കോൺഗ്രസിന് സാധിച്ചിട്ടുമില്ല. സീറ്റ് വിഭജനം വേഗത്തിലാക്കി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ മുന്നണി കൂടുതൽ സജീവമാകണമെന്നാണ് മുസ്ലിം ലീഗിന്റെ ആവശ്യം. നിലപാടറിയിക്കാൻ PK കുഞ്ഞാലിക്കുട്ടി നാളെ ഡൽഹിയിലെത്തും. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. കോൺഗ്രസ് ദേശീയ നേതൃത്വം ലീഗുമായി മാത്രം ചർച്ച നടത്തുന്നതിൽ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികൾക്കും വിയോജിപ്പുണ്ട്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് കഴിഞ്ഞ തവണ നൽകിയ 10 സീറ്റ് ഇത്തവണ നൽകാനാകില്ലെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. പാർട്ടിയുടെ ജയസാധ്യതകളില്ലാത്ത സീറ്റുകൾ കോൺഗ്രസ് തിരിച്ചെടുക്കും. കഴിഞ്ഞ തവണ ഒരു സീറ്റിലാണ് മത്സരിച്ചതെങ്കിലും ഇത്തവണ തിരുവനന്തപുരം, കുന്നമംഗലം സീറ്റുകളാണ് CMP ആവശ്യപ്പെടുന്നത്. കുന്നമംഗലം വിട്ടുകൊടുക്കാൻ ലീഗ് തയ്യാറല്ല. തിരുവനന്തപുരത്ത് കോൺഗ്രസിന് ശക്തമായ വേരോട്ടമുള്ളതിനാൽ മുതിർന്ന നേതാക്കളാണ് മത്സരിക്കാറുള്ളത്. പകരം ഏത് സീറ്റ് നൽകാനാകുമെന്നതിൽ തീരുമാനമായിട്ടില്ല. കഴിഞ്ഞ തവണ വടകരയിൽ ജയിച്ച RMP നാദാപുരമോ കുന്നംകുളമോ അധികമായി നൽകണമെന്ന ആവശ്യവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. RSPയുടെ കാര്യത്തിലും അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. സീറ്റുകൾ വെച്ചുമാറുന്നതിൽ പ്രതിപക്ഷ നേതാവുമായി പാർട്ടി നേതാക്കൾ തിങ്കളാഴ്ച ചർച്ച നടത്തും. ഇരവിപുരത്ത് NK പ്രേമചന്ദ്രൻ MP-യുടെ മകൻ കാർത്തിക് മത്സരിക്കണമെന്നാണ് ഭൂരിപക്ഷ അഭിപ്രായം. തെരഞ്ഞെടുപ്പിൽ മത്സരത്തിനൊരുങ്ങുന്ന സാഹചര്യത്തിൽ ഷിബു ബേബി ജോൺ RSP സംസ്ഥാന സെക്രട്ടറി സ്ഥാനമൊഴിഞ്ഞു. PV അൻവർ പക്ഷം സ്ഥാനാർത്ഥിത്വം സ്വയം പ്രഖ്യാപിച്ച് പ്രചാരണ രംഗത്തിറങ്ങിയതും ഘടകകക്ഷികളിൽ അതൃപ്തിക്കിടയാക്കിയിട്ടുണ്ട്. അതേസമയം ഈ മാസം 20-ഓടെ പുറത്തുവരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയും വൈകുകയാണ്. MP-മാരുമായുള്ള സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ കൂടിക്കാഴ്ച പൂർത്തിയാകാത്തതാണ് പ്രതിസന്ധി. വിശദമായ കൂടിയാലോചനയ്ക്ക് ശേഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനം മതിയെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെയും നിലപാട്. നിശ്ചയിച്ച പ്രകാരം കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗവും നാളെ ചേരില്ല. പൊതുയോഗയാത്ര അവസാനിക്കും മുൻപ് തന്നെ സീറ്റ് ചർച്ച പൂർത്തിയാക്കണമെന്നാണ് ഘടകകക്ഷികളുടെ ആവശ്യം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് മലയാളം, കോഴിക്കോട്.